ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി അനേകം ഉയരങ്ങൾ താണ്ടാനായി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരുപോലെ നേരത്തെ ചർച്ചയിൽ തന്നെ പരാമർശിച്ചതാണ്, ചെറുകിട വ്യാപാരികൾക്കും വൻകിട വ്യാപാരികൾക്കും ഒരുപോലെ നേട്ടമാകുന്ന രീതിയിലാണ് ഇത് മാറുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കുന്ന ഒരു വിഷയം, നേരത്തെ ചർച്ചയിൽ തന്നെ പരാമർശിച്ചു പോയ ഒരു വിഷയമാണ്, അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താനാണ്. കേരളത്തിന് ഇത് ഏതൊക്കെ രീതിയിൽ നേട്ടമുണ്ടാക്കും? തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം പറഞ്ഞിട്ടുണ്ട്, മത്സ്യബന്ധനത്തിനും മറ്റുമൊക്കെ എക്സ്പോർട്ടിങ്ങിൽ വലിയൊരു സാധ്യത ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ മലയോര കർഷകർക്കും ഇത് വലിയ നേട്ടമാകുമെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 44% വരുന്ന കർഷകർക്ക് നേരിട്ട് ഇത് ഗുണഫലം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പ്രകടമായൊരു മാറ്റം കൂടി. ശ്രീ ദിനേശ്, കേൾക്കാമോ? ചോദ്യം എന്നോടാണോ? അതെ, പറയും. ആദ്യം തന്നെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചതിന് ഒരുപാട് നന്ദി. കേരളത്തിനെ സംബന്ധിച്ച് UK ഇന്ത്യ ട്രേഡ് ഡീൽ FTA എത്രമാത്രം ഗുണകരമാകും എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയുന്നത് കുറച്ച് പ്രീമച്ചുവർ ആയിരിക്കും. കാരണം അതിന്റെ വെരി ബ്രോഡ് ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായും ഇന്ത്യ അഗ്രികൾച്ചർ സെക്ടർ, അതുപോലെ ടെക്സ്റ്റൈൽ, ഫുഡ്വെയർ മാർക്കറ്റ്സ്, ഇതെല്ലാം ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഭാഗമായി ഗുണം പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഗുണമുണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം നമ്മളിപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്നുള്ളത്, ഇരു രാജ്യങ്ങൾക്കും തീർച്ചയായും ഉണ്ടാക്കാവുന്ന ഒരു ബെനിഫിറ്റ്സിന് പുറമെ നോക്കുകയാണെങ്കിൽ US-നും ഡൊണാൾഡ് ട്രംപിനും ഉള്ള ഏറ്റവും വലിയ ഒരു മെസ്സേജ് ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അത് മറ്റൊരു പാനലിസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓർക്കുന്നുണ്ടാകും, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തിൽ നിലവിൽ വന്ന ആഗോള വ്യാപാര വിപണിയിൽ നിലവിൽ വന്ന റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ, അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഈ ടാരിഫ് വാറിന് തുടക്കം കുറിച്ചത്. അന്ന് നടന്ന ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു, അത് എത്രമാത്രം ആ റൂൾസ് ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡറിനെ അട്ടിമറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പാനിക്, ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഒരു നീക്കമാണ്. ഇപ്പോഴും നമ്മൾ അതിന്റെ ഇമ്പാക്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ്സ് ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, ഈവൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്സ് ആയിക്കോട്ടെ, നമ്മളത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വർഷം എങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കും ഇത് കംപ്ലീറ്റ് ആവാൻ. UK പാർലമെന്റ് അംഗീകരിക്കാൻ അറ്റ്ലീസ്റ്റ് 15 മുതൽ 16 മാസം വരെ എടുക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ കാണുന്ന ഈ തുടക്കം, ദിസ് ഈസ് ദ വിക്ടറി ഓഫ് പേഷ്യന്റ് ഡിപ്ലോമസി ഓവർ കൊയേഴ്സീവ് അഗ്രസീവ് ട്രേഡ് ടാറ്റിക്സ്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യ UK ട്രേഡ് FTA സൈൻ ചെയ്തത് മൂലം ഇന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇത് ഓവർനൈറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡീൽ അല്ല. വർഷങ്ങളായിട്ടുള്ള നെഗോഷിയേഷൻസിൽ കൂടെയും അതുപോലെ ചർച്ചകളിൽ കൂടെയും ആണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡീൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. എന്നാൽ ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന ആ ടാരിഫ് വാർ ലെഡ് പോളിസി, അത് ഒരു മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അതുപോലെ മറ്റു രാജ്യങ്ങളെ നിർബന്ധിതരാക്കിക്കൊണ്ടും ഒരു ട്രേഡ് അഗ്രിമെന്റ് കൊണ്ടുവരിക എന്നുള്ള ആ സമ്പ്രദായത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പേഷ്യന്റ് ഡിപ്ലോമസിയിൽ കൂടെ ഇന്ന് ഇന്ത്യ UK ട്രേഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അഗെയിൻ ഇതിന്റെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവുക എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഓൺഗോയിങ് നെഗോഷിയേഷൻസ് വിത്ത് US ആൻഡ് യൂറോപ്യൻ യൂണിയൻ ഫോർ സിമിലർ ട്രേഡ് അഗ്രിമെന്റ്സ് ഇതിന് വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ, മറ്റു പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ, UK ലോക വിപണിയിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. ഇന്ത്യ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റ്സിൽ ഒന്നാണ്. ചൈനയ്ക്ക് ശേഷം ലോകത്തെ എല്ലാ പ്രൊഡ്യൂസേഴ്സും നോക്കുന്ന ഒരു താല്പര്യത്തോടെ നോക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ. ഇന്നുണ്ടായിട്ടുള്ള ഈ തുടക്കം ലോക വ്യാപാര വിപണിയുടെ പാറ്റേൺ, അതിന്റെ ട്രെൻഡ് മാറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇതില് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആദിത്യൻ, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉണ്ടാകാൻ പോവുക പ്രൊഫഷണൽ മൊബിലിറ്റി എന്നുള്ള ഒരു ക്ലോസ് ഈ FTA ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷണൽസിനെ അങ്ങോട്ടും ഇന്ത്യ UK രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രൊഫഷണൽസിന് അങ്ങോട്ടും ഈസിയായി തൊഴിൽ സാധ്യതകൾ തേടാനും
മറ്റ് രാജ്യങ്ങളിൽ ഇരു രാജ്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി തുറന്നു കിട്ടുന്നു. ഇതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി റേസിസം അതുപോലെ പ്രൊട്ടക്ഷനിസം ഈ മാതിരിയുള്ള ആസ്പെക്ട്സുകൾ കൊണ്ട് എല്ലാ പ്രൊഫഷണൽസും അവരവരുടെ ഹോം കൺട്രീസിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. UK-യിൽ ജോലി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇന്നത്തെ ഈ FTA സൈൻ ചെയ്തിരിക്കുന്നത് ഒരു വലിയ പ്രചോദനമായി, വലിയൊരു പ്രോത്സാഹനമായി വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ ഏതാണ്ട് 95% പ്രോസസ് ഫുഡ്സ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ അവർക്കും ഈ ട്രേഡ് ഡീൽ പ്രാബല്യത്തിൽ വരുമ്പോൾ വലിയ വലിയ തോതിൽ ഗുണകരമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ സാധ്യതകൾ, ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇത് മൂലം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ലാൻഡ്മാർക്ക് ഡീൽ വേണം പറയാൻ. ഏത് സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി നമ്പേഴ്സ്, കുറച്ചുകൂടി ഡാറ്റ കിട്ടിയതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ.